ഉളിയത്തറക്കപ്പെടുന്ന മൃഗത്തിൻ്റെ നിബന്ധനകൾ. ഉളിയത്തറക്കപ്പെടുന്ന മൃഗത്തിൻ്റെ നിബന്ധനകൾ: മാംസം ചുരുക്കുന്നതോ മാംസം ചീത്തയാക്കുന്നതോ ആയ അയ്ബുകളില്ലാതിരിക്കണം എന്നാണ് നിബന്ധന. അപ്പോൾ വ്യക്തമായ മുടന്തുള്ളത്, കണ്ണിന് കാഴ്ചയില്ലാത്തത്, വ്യക്തമായ കാഴ്ചക്കുറവുള്ളത്, അതുപോലെ തന്നെ ചെവി മുറിഞ്ഞു പോയത് തുടങ്ങിയ മൃഗങ്ങളെ ഉളുഹിയത്ത് അറുക്കാൻ പാടില്ല. അതുപോലെ ഗർഭിണിയായ മൃഗത്തെ ഉളുഹിയത്ത് അറുക്കാൻ പാടില്ല. ചുരുക്കത്തിൽ തന്നെ മാനദണ്ഡം മാംസം ചുരുക്കുന്നതോ മാംസത്തിന് കുറവ് വരുത്തുന്നതോ മാംസം ചീത്തയാക്കുന്നതായ അയ്ബുകളില്ലാത്ത മൃഗമാവണം. ഉളിയത്ത് മൃഗത്തിന് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് അറക്കാൻ പറ്റുമോ? ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഷെയർ ചേരാമോ എന്നാണ് ചോദ്യം. നമ്മൾ ഇന്നലെ പറഞ്ഞു, ആട്, മാട്, ഒട്ടകം, അങ്ങനെ 3 ഇനങ്ങളാണ് ഉളുഹിയത്ത് അറുക്കാൻ പറ്റുന്നത്. അതിൽ ആടിൽ ഷെയർ ചേരാൻ പാടില്ല. മാട്, ഒട്ടകം ഇവ ഇറക്കുകയാണെങ്കിൽ പരമാവധി 7 ആളുകൾക്ക് വരെ ഷെയർ ചേരാം. 2 ആളുകൾക്കാവാം, 3 ആളുകളാവാം, 4 ആളുകളാവാം, 5 ആവാം, 6 ആവാം. പരമാവധി 7 ആളുകൾക്ക് വരെ ഷെയർ ചേരാവുന്നതാണ്. ഈ ഷെയർ ചെയ്ത് അറക്കുമ്പോൾ നിബന്ധനകൾ എന്തെല്ലാം? ഷെയർ ചേർന്ന് അറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നിബന്ധനകൾ ഒരുപാടുണ്ട്. ഇന്ന് നമ്മുടെ മഹല്ലുകളിലൊക്കെ സംഘടിത ഉളുഹിയത്ത് മഹല്ലടിസ്ഥാനത്തിൽ നടക്കാറുണ്ട്. വളരെയേറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, 7 പേർ ചേർന്ന് അറക്കുമ്പോൾ 7 പേരും നിയ്യത്ത് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നിയ്യത്ത് ചെയ്യാൻ ഒരാളെ വക്കാലത്താക്കി ഏൽപ്പിച്ചിരിക്കണം. ഇത് പ്രത്യേകം നിബന്ധനയാണ്. സാധാരണ നമ്മൾ കമ്മിറ്റിക്കാരേക്കാണ് പൈസ കൊടുക്കും, പിന്നെ അവർ മൃഗങ്ങളെ വാങ്ങിക്കൊണ്ടും അവിടെ അറക്കും. നമ്മൾ നിയ്യത്ത് പ്രത്യേകം വെച്ചിട്ടില്ലെങ്കിൽ ഉളുഹിയത്ത് സാധുവാവില്ല. രണ്ടാമത്തത്, മൃഗത്തെ തഴയീനാക്കണം, നിജപ്പെടുത്തണം. കമ്മിറ്റിക്കാർ കുറേ ആളുകളൊക്കെ ഒന്ന് പൈസ വാങ്ങി, അങ്ങനെ ഒരു 10, 40, 50 ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു 7-8 മൃഗത്തെ ചന്തയിൽ പോയി വാങ്ങി അങ്ങനെ ഒന്നായിട്ടാണ് അറുത്താൽ ആരുടെയും ഉളുഹിയത്ത് വിടില്ല. 7 പേർക്ക് ഇന്ന മൃഗം, നിങ്ങൾ 7 പേർക്ക് ഇന്ന മൃഗം, നിങ്ങൾ 7 ആളുകൾക്ക് ഇന്ന മൃഗം, നിങ്ങൾ 7 ആളുകൾക്ക് ഇന്ന മൃഗം എന്ന് പറഞ്ഞ് ആ മൃഗത്തെ നിജപ്പെടുത്തി അവർക്ക് ഉടമപ്പെടുത്തി കൊടുക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, 7 പേരുടെയും വിഹിതത്തിൽ നിന്ന് അല്പമെങ്കിലും നാട്ടിലെ ഫക്കീർ മിസ്കീനിൽപ്പെട്ട ഒരാൾക്കെങ്കിലും വിതരണം ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ സാധാരണ നമ്മുടെ ഷെയറിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു വിഹിതം ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് നമ്മളൊരു 1/2 കിലോ എങ്കിലും നാട്ടിലൊരു ഫക്കീറിന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അറുത്ത മാംസത്തിൽ നിന്ന്, ഇപ്പോൾ നമ്മുടെ മാംസം അറുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് ഒരു 4-5 കിലോ എടുത്തിട്ട് നമ്മുടെ എല്ലാവരുടെയും വകയുള്ള ഫർദായ വിതരണമാണ് എന്ന് വിചാരിച്ച് നാട്ടിലെ ഫക്കീർ മിസ്കിന്മാർക്ക് കൊടുക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വേറെയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ചേർന്ന് നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മൾ നൽകുന്ന സംഖ്യ മൃഗത്തിൻ്റെ 1/7 കുറവല്ല എന്ന് ഉറപ്പുവരുത്തണം. ഇത് ചന്തയിൽ പോയി വാങ്ങുമ്പോൾ പല മൃഗങ്ങൾക്കും പല വിലയായിരിക്കും. അപ്പോൾ നമ്മൾ നൽകുന്ന നമുക്കുള്ള ഒരു മൃഗം ഉണ്ടാവുമല്ലോ, ആ മൃഗത്തിൻ്റെ 1/7 വില നമ്മൾ എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വേണം. ഇതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രാത്രി കാലങ്ങളിൽ ഉളുഹിയത്ത് അറക്കാൻ പറ്റുമോ? ഉളുഹിയത്ത് കർമ്മം രാത്രി അറക്കൽ കറാഹത്താണ് എന്നാണ് മസ്അല. അറുത്താൽ അറവ് ശരിയാകും, പക്ഷേ പകൽ അറക്കുന്നതാണ് ഉത്തമം. ഈ മരണപ്പെട്ടവർക്ക് വേണ്ടി ഉളുഹിയത്ത് അറക്കാൻ പറ്റുമോ? മരണപ്പെട്ടവർക്ക് വേണ്ടി ഉളുഹിയത്ത് അറക്കണമെങ്കിൽ അവരുടെ വസിയ്യത്ത് ഉണ്ടായിരിക്കണം എന്നാണ് ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. അപ്പോൾ ജീവിതകാലത്ത് അവർ വസിയ്യത്ത് ചെയ്തിരിക്കണം, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ പേരിൽ ഉളുഹിയത്ത് അറക്കണം എന്ന് വസിയ്യത്തുണ്ടെങ്കിൽ മാത്രമേ അറക്കാവൂ എന്നാണ് ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. വസിയ്യത്തില്ലെങ്കിലും അറക്കാമെന്നൊരു അഭിപ്രായമുണ്ടെങ്കിലും അത് പ്രബലമല്ല. പിന്നെ വസിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളറുത്ത് അതിൻ്റെ പ്രതിഫലം അവർക്ക് ഹദിയ ചെയ്യാം. അള്ളാഹുവെ, ഞാൻ ഈ അർത്ഥ ഉളുഹിയത്ത് കർമ്മത്തിൻ്റെ പ്രതിഫലം എൻ്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക്
അല്ലെങ്കിൽ വല്യമ്മമാർക്ക് നീ എത്തിച്ചു കൊടുക്കണേ എന്ന് ദുആ ചെയ്ത് അവർക്ക് ഹദിയ ചെയ്യാം. അതിന് വസിയത്ത് വേണമെന്നില്ല. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടോ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ പ്രതിഫലം ഹദിയ ചെയ്യാം. അതിന് അവരെ ഏൽപ്പിക്കണം എന്നില്ല. പക്ഷേ അവരുടെ സുന്നത്തായ ബാധ്യതയായ ഉദ്ഹിയത്ത് വീടണമെങ്കിൽ ജീവിതകാലത്ത് അവർ വസിയത്ത് ചെയ്തിരിക്കണം. ഉദ്ഹിയത്തിൻ്റെ മാംസം ആർക്കൊക്കെയാണ് വിതരണം ചെയ്യേണ്ടത്? ഉദ്ഹിയത്ത് മാംസം വിതരണം ചെയ്യേണ്ട രീതി, വാജിബായ ഉദ്ഹിയത്താണെങ്കിൽ, നേർച്ചയാക്കിയ ഉദ്ഹിയത്തൊക്കെ വാജിബായ ഉദ്ഹിയത്താണ്. വാജിബായ ഉദ്ഹിയത്താണെങ്കിൽ അതിൻ്റെ മുഴുവൻ മാംസവും ആ അറുക്കപ്പെട്ട നാട്ടിലെ ഫുഖറാ മസാക്കീന്, പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യണം. അതിൽ നിന്ന് അറുത്തയാൾ, അയാളുടെ കുടുംബം, അവർക്കൊന്നും ഭക്ഷിക്കാൻ പാടില്ല. നാട്ടിലെ ധനികന്മാരായ ആളുകൾക്കും കൊടുക്കാൻ പാടില്ല. അപ്പോൾ നിർബന്ധമായ നേർച്ചയാക്കിയിട്ടോ മറ്റൊക്കെ നിർബന്ധമായ ഉദ്ഹിയത്താണെങ്കിൽ അതിൻ്റെ മുഴുവൻ മാംസവും നാട്ടിലുള്ള ഫുഖറാ മസാക്കീന് വിതരണം ചെയ്യണം. അത് നിർബന്ധമാണ്. നമ്മൾ സാധാരണ അറുക്കുന്നത് സുന്നത്തായ ഉദ്ഹിയത്താണ്. സുന്നത്തായ ഉദ്ഹിയത്താണെങ്കിൽ അതിൻ്റെ അല്പമെങ്കിലും ഒരു ഫക്കീറിനെങ്കിലും, അല്പമെങ്കിലും എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1/2 കിലോനെങ്കിലും, ഒരു ഫക്കീറിനെങ്കിലും കൊടുത്താൽ തന്നെ, നാട്ടിലെ ഒരു ഫക്കീറിനെങ്കിലും കൊടുത്താൽ തന്നെ നമ്മുടെ ബാധ്യത വീടി. ബാക്കി മുഴുവൻ അറുത്താളെടുത്താലും ഉദ്ഹിയത്താവും. പക്ഷേ പരമാവധി എത്ര കണ്ട് നമ്മൾ സ്വതക്ക ചെയ്യുന്നോ അത്ര ശ്രേഷ്ഠമാണ്. അല്പം ബർക്കത്തിന് വേണ്ടി വീട്ടുകാരെടുത്ത് ബാക്കി പരമാവധി സ്വതക്ക ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. ഒരു ഫക്കീറിനെങ്കിലും കൊടുത്താൽ നമ്മുടെ കടമ കൂടും, സുന്നത്തായ ഉദ്ഹിയത്താണെങ്കിൽ. അതെ, വിദേശത്തുള്ളവർക്ക് നാട്ടിൽ ഉദ്ഹിയത്തിന് ചേരാമോ? ഗൾഫിലുള്ള ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ ഉദ്ഹിയത്ത് അറുക്കുന്നതിൽ ഷെയർ ചേരാം. പക്ഷേ അവർ നിയ്യത്ത് വെക്കേണ്ടത് ഗൾഫിൽ നിന്ന് നിയ്യത്ത് വെക്കല്ല വേണ്ടത്. നിയ്യത്ത് വെക്കാനും അറവിൻ്റെ കാര്യങ്ങൾക്കും വേണ്ടി നാട്ടിലുള്ള ഒരാളെ അവർ വക്കാലത്ത് ഏൽപ്പിക്കണം. ഒന്നിരിക്കൽ അവരുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഏൽപ്പിക്കാം, അവരുടെ സുഹൃത്തുക്കളെ ഏൽപ്പിക്കാം. നാട്ടിലുള്ള ആരെങ്കിലും വക്കാലത്ത് ഏൽപ്പിക്കണം. കാരണം ഗൾഫിലുള്ള ആളുകൾ ഈ മൃഗത്തെ കാണുന്നില്ല. അപ്പോൾ അവർ നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തു, അവരുടെ സുഹൃത്തിനോ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും പൈസ അയച്ചു കൊടുത്തു, നിയ്യത്ത് വെക്കാനും അറവിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി നിങ്ങളെ വക്കാലത്താക്കി ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് ഗൾഫിലുള്ള ആളുകൾക്ക് ഇവിടുത്തെ ഉദ്ഹിയത്തിൽ ഷെയർ ചേരാവുന്നതാണ്. പിന്നെ അവിടെ ഒരു വിഷയമുണ്ട്. നമ്മൾ ഉദ്ഹിയത്ത് അറുക്കപ്പെടുന്ന നാട് നമ്മുടെ നാടാണ്, ഉദ്ഹിയത്ത് അറുക്കുന്ന വ്യക്തി ഗൾഫിലുമാണ്. അപ്പോൾ ആ വ്യക്തിക്കും ഉദ്ഹിയത്തിൻ്റെ സമയമായിരിക്കണം. അപ്പോൾ സാധാരണ നമ്മുടെ അറബ് നാട്ടിലൊന്നും ഈ പ്രശ്നം വരില്ല, കാരണം അവർക്ക് നേരത്തെ സമയമാവല. അപ്പോൾ നമ്മളിവിടെ 1-ാം പെരുന്നാൾക്ക് അറക്കുമ്പോൾ അവർക്ക് 2-ാം പെരുന്നാളായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സമയമാവാത്ത പ്രശ്നമൊന്നും വരില്ല. അപൂർവം ചില സ്ഥലങ്ങളിൽ നമുക്കിവിടെ പെരുന്നാളായി, അവർക്ക് ഇപ്പോഴും പെരുന്നാളായിട്ടില്ല, അവർക്ക് നാളെ പെരുന്നാൾ. അങ്ങനെയുള്ള സ്ഥലത്തെ വ്യക്തിയാണ് ഇവിടെ അറവിന് വക്കാലത്താക്കി ഏൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ അവരുടെ സമയമാവുന്നതിന് മുമ്പ് ഇവിടെ അറവ് നടത്തിക്കഴിഞ്ഞാൽ അത് സ്വഹീഹാവില്ല എന്നാണ് നമ്മുടെ ഉസ്താദുമാരൊക്കെ പറയുന്ന അഭിപ്രായം. അപ്പോൾ അവർക്കും കൂടി സമയമായിട്ട് 2-ാം പെരുന്നാൾക്കോ 3-ാം പെരുന്നാൾക്കോ കറക്കേണ്ടി വരും. എന്തായാലും വിദേശത്തുള്ള ആളുകൾക്ക് ഇവിടെ അറവിൽ ഷെയർ ചേരാവുന്നതാണ്. അവർ നിയ്യത്ത് അതുപോലെ തന്നെ അറവിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നാട്ടിലുള്ള ഒരാളെ ഏൽപ്പിക്കണം, വക്കാലത്താക്കി ഏൽപ്പിക്കണം. ഉസ്താദേ, ഉദ്ഹിയത്തിൻ്റെ മാംസം മുസ്ലിമീങ്ങൾക്ക് നൽകാൻ പറ്റുമോ? ഉദ്ഹിയത്ത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ശ്രേഷ്ഠമായ ഒരു ഇബാദത്തായതുകൊണ്ട് ആ ഇബാദത്തിൻ്റെ മാംസം അത് വേവിച്ചോ അല്ലാതെയോ പച്ചയായോ ആ മുസ്ലിമിന് നൽകാൻ പാടില്ല എന്നാണ് നിയമം. അത് ഇതൊരു ഇബാദത്തിൻ്റെ മാംസമായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പെരുന്നാൾ നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ ദിവസമായതുകൊണ്ട് ഉദ്ഹിയത്ത് മാംസം അല്ലാത്ത മാംസം നമ്മുടെ അയൽപക്കത്ത് നമ്മളോടൊക്കെ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് നമ്മൾ നൽകാൻ ശ്രദ്ധിക്കണം. ഉദ്ഹിയത്ത് ഒരു പ്രത്യേക ഇബാദത്തായതുകൊണ്ട് അതിൻ്റെ മാംസം മുസ്ലിമീങ്ങൾക്ക് മാത്രമേ വിതരണം ചെയ്യാവൂ. ഉസ്താദേ, നമുക്ക് കിട്ടിയ മാംസം വിൽക്കാൻ പറ്റുമോ? നമുക്ക് കിട്ടിയ മാംസം വിൽപ്പന നടത്താമോ? കാരണം 8-10 കിലോ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും പ്രദേശത്ത് മാംസം കുറവുള്ള ആളുകൾക്ക് ഇത് വിൽക്കാൻ പറ്റുമോ? അതിൻ്റെ മസല, ഫക്കീർ മിസ്കീന്മാർ, പാവപ്പെട്ട ആളുകൾക്ക് തങ്ങൾക്ക് കിട്ടിയ മാംസം വേണമെങ്കിൽ വിൽപ്പന നടത്താം, പ്രശ്നമല്ല. ധനികരായ ആളുകളാണെങ്കിൽ സുന്നത്തായ ഉദ്ഹിയത്തിൻ്റെ മാംസം ധനികർക്കും കൊടുക്കാമല്ലോ, നമ്മുടെ നാട്ടിലെല്ലാവരും കിട്ടുമല്ലോ. ധനികരായ ആളുകൾക്ക് തങ്ങൾക്ക് കിട്ടിയത് വിൽപ്പന നടത്താൻ പാടില്ല. അവർക്ക് ഭക്ഷിക്കാം, അതിഥികളെ ഭക്ഷിപ്പിക്കാം, പക്ഷെ വിൽപ്പന നടത്താൻ പാടില്ല. പാവപ്പെട്ട ആളുകൾക്ക് തങ്ങൾക്ക് കിട്ടിയ മാംസം വിൽപ്പന നടത്തുന്നതിന് വിരോധമല്ല.
ഉസ്താദെ, ജീവിച്ചിരിക്കുന്ന മറ്റൊരാൾക്ക് വേണ്ടി ഉദയത്തെ അറുക്കാമോ? ജീവിച്ചിരിക്കുന്ന മറ്റൊരാൾക്ക് വേണ്ടി ഉദഹിയത്ത് അറുക്കാമോ? ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രയാസപ്പെടുന്ന പാവപ്പെടുന്ന ആളുകൾക്കുണ്ട്, ഓർക്ക് സ്വന്തമായിട്ട് ഉദഹിയത്ത് അറുക്കാൻ കഴിയൂല, എന്നാൽ അവർക്ക് വേണ്ടി നമ്മൾ അറുക്കുക, ഇങ്ങനെ പറ്റുമോ? പ്രായപൂർത്തി എത്തിയ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഉദഹിയത്ത് അറുക്കാം, പക്ഷേ അവരുടെ സമ്മതം വേണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വക ഉദഹിയത്ത് അറുക്കട്ടെ എന്ന് സമ്മതം ചോദിക്കുക. സമ്മതം ചോദിച്ചിട്ട് അറുക്കാവുന്നതാണ്. നമ്മുടെ ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അറുക്കാം, അതിന് സമ്മതം ചോദിക്കൊന്നും വേണ്ട. പ്രായപൂർത്തി എത്താത്ത ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾക്ക് അറുക്കാം. പക്ഷേ അത് അറുക്കുന്നത് ഉപ്പ അറുക്കുമ്പോൾ ഉപ്പയുടെ സമ്പത്തിൽ നിന്നാവണം. ചിലപ്പോൾ ഈ കുട്ടിക്ക് വല്ലിപ്പോൾ വസിയത്ത് ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ സമ്പത്തുണ്ടാവും, കുട്ടിയുടെ സമ്പത്തിൽ നിന്ന് എടുത്തറക്കാൻ പാടില്ല. വാപ്പാക്ക് വാപ്പാൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് കുട്ടിയുടെ പേരിൽ ഉദഹിയത്ത് അറുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ പ്രതിഫലം കുട്ടിക്കും കിട്ടും വാപ്പാക്കും കിട്ടും. പക്ഷേ കുട്ടിയുടെ മുതൽ നിന്നാവാൻ പാടില്ല. ഇതാണ് അതിൻ്റെ വസല. ഉസ്താദ്, ഈ ഉളിയത്തും ഹക്കീക്കത്തും ഒരുമിച്ച് കരുതാൻ പറ്റുമോ? നമ്മൾ പോത്ത്, മൂരി, കാള തുടങ്ങിയ ജീവികളൊക്കെ അറക്കുമ്പോൾ 7 ആളുകൾക്ക് വരെ ഷെയർ ചേരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു ഷെയർ എടുത്തിട്ട് അതുകൊണ്ട് ഉളുഹിയത്തും ഹക്കീക്കത്തും രണ്ടും പാടെ കരുതാൻ പാടില്ല. 2 ഷെയർ നമ്മളെടുത്തു, 7 ആളുകളിൽ 2 ഷെയർ നമ്മളെടുത്ത്, വേറെ 5 ആളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഷെയർ കൊണ്ട് നമ്മുടെ ഉളുഹിയത്തും കരുതി, മറ്റൊരു ഷെയർ കൊണ്ട് നമ്മുടെ കുട്ടിയുടെ ഹക്കീക്കത്തും കരുതി. എന്നാൽ യാതൊരു കുഴപ്പമില്ല. അങ്ങനെ ഒരു മൃഗത്തെ അറുക്കുന്നു, 4 ആളുകൾ ഉളുഹിയത്ത് കരുതിയ ആളുകളാണ്, 3 ആളുകൾ അവരുടെ കുട്ടികളുടെ ഹക്കീക്കത്ത് കരുതിയ ആളുകളാണ്. അങ്ങനെ അറുക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. ഒരു ഷെയർ എടുത്ത് രണ്ടും കൂടി കരുതാൻ പാടില്ല. അതുപോലെ തന്നെ ആടാണ് അറുക്കുന്നത് എങ്കിൽ ആടറക്കുമ്പോൾ ഉളുഹിയത്തും ഹക്കീക്കത്തും രണ്ടും കൂടി കരുതിയാൽ സഹീഹാവില്ല എന്നാണ് മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തൻ്റെ തുഹ്ഫയിലൊക്കെ പ്രബലമാക്കിയ അഭിപ്രായം. അതാണ് നമ്മൾ സാധാരണ അനുധാവനം ചെയ്തു വരുന്ന അഭിപ്രായം. അപ്പോൾ ആടല്ലാത്ത മൃഗങ്ങൾ അറുക്കുകയാണെങ്കിൽ 7 ആളുകൾക്ക് വരെ ഷെയർ ആവാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 2 ഷെയർ എടുത്ത്, ഒരു ഷെയർ ഉളുഹിയത്തും ഒരു ഷെയർ ഹക്കീക്കത്തും കരുതുന്നതിന് കുഴപ്പമില്ല. ഒരു ഷെയർ എടുത്ത് രണ്ടും പാടെ നിയത്ത് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ വന്നു എന്ന് വിചാരിക്കുന്നു. പരമാവധി നമ്മൾ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തെറ്റുകൾ ആർക്കും ചൂണ്ടിക്കാണിക്കാം. ഇനി ഇതിലപ്പുറം സംശയമുള്ള ആളുകൾക്ക് ഈ വീഡിയോൻ്റെ താഴെ അവർ സംശയങ്ങൾ കമൻറ്റായി എഴുതുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ഒരുമിച്ച് വായിച്ച് നമുക്ക് മറുപടി പറയാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും 2 ലോകത്തും വിജയികളായ ഇബാദുകളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.